യേശു ക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് തിരുസഭാ മാതാവ് വിചിന്തനത്തിന് നൽകിയിരിക്കുന്ന വചനഭാഗം വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 12-ാം അധ്യായം 13 മുതൽ 17 വരെയുള്ള വചനഭാഗങ്ങളാണ്. പാലസ്തീനായിൽ പരസ്പര ശത്രുതയോടെ നിലനിന്നിരുന്ന രണ്ട് കൂട്ടരാണ് ഫരിസേയരും ഹെറോദിയരും. രാഷ്ട്രീയ വീക്ഷണങ്ങളിൽ അവർ വിഭിന്നത പുലർത്തിയിരുന്നു. എന്നിരുന്നാലും യേശുവിനോടുള്ള ശത്രുതയിൽ അവർ രണ്ടല്ല ഒന്നായിരുന്നു. സുവിശേഷ ഭാഗത്ത് നാം വായിക്കുന്നത് പോലെ ക്രിസ്തുവിനെ കുടുക്കുക എന്നത് മാത്രമായിരുന്നു ഇരു കൂട്ടരുടെയും ഏക ലക്ഷ്യം. യേശു നികുതി പിരിവിനെ അംഗീകരിച്ചാൽ റോമൻ ഭരണത്തെ എതിർക്കുന്ന യഹൂദരുടെ ഇടയിൽ അവിടുത്തെ സ്വീകാര്യത നഷ്ടമാകും. അതിനെ എതിർത്താലോ ഭരണവിരുദ്ധ വികാരം ഇളക്കി വിട്ടതിൻ്റെ പേരിൽ റോമൻ ഗവർണറുടെ മുമ്പിൽ അവിടത്തെ മേൽ കുറ്റം ആരോപിക്കപ്പെടും. സുവിശേഷ ഭാഗത്ത് നാം കണ്ടതുപോലെ ഈ രണ്ട് കൂട്ടരും യേശുവിന് മുഖസ്തുതി പാടുന്നത് യേശുവിനെ കൊണ്ട് സീസറിനെതിരെ സംസാരിപ്പിക്കാനായിരുന്നു. എന്നാൽ പിശാചിന് മുന്നിൽ പോലും അടിപതറാതെ പ്രലോഭനങ്ങളെ അതിജീവിച്ച് നിന്ന രാജാതിരാജനായ ക്രിസ്തു ഇവിടെയും അടിപതറുന്നില്ല. അവരുടെ ഉള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന നിഗൂഢത എന്തെന്ന് തിരിച്ചറിയുകയും അവരുടെ വായ് അടപ്പിക്കുകയും ചെയ്യുന്നു. സ്നേഹം നിറഞ്ഞവരെ, എന്താണ് ഈ സീസറിന് കൊടുക്കേണ്ടത്, എന്താണ് ദൈവത്തിന് കൊടുക്കേണ്ടത് എന്ന് നമുക്ക് ചിന്തിക്കാം. ചെറിയ വെള്ളി ദനാറയാണ് നികുതി നൽകുന്നതിന് റോമാ സാമ്രാജ്യം അംഗീകരിച്ചിരുന്ന നാണയം. അതിൻ്റെ ഒരു വശത്ത് ചക്രവർത്തിയുടെ പുഷ്പകിരീടം ചൂടിയ തലയും മറുവശത്ത് സമാധാന ദേവതയുടെ രൂപവുമാണ് ഉണ്ടായിരുന്നത്. നികുതി കൊടുക്കേണ്ട നാണയത്തിൽ സീസറിൻ്റെ രൂപം മുദ്രണം ചെയ്തിരിക്കുന്നതിനാൽ സീസറിന് സ്വന്തമായത് സീസറിന് തന്നെ കൊടുക്കണമെന്നാണ് ക്രിസ്തു വ്യക്തമായി പറയുന്നത്. ആ ഉത്തരം നൽകുന്നതിന് ക്രിസ്തു മടികാട്ടുന്നില്ല. ആ ഉത്തരം സ്വീകരിച്ച ഇരു കൂട്ടർക്കും തൃപ്തിയായില്ല എന്ന് മാത്രമല്ല, തങ്ങളുടെ ലക്ഷ്യം നിറവേറാതെ പോയി. എന്നാൽ എന്താണ് നാം ദൈവത്തിന് കൊടുക്കേണ്ടത്? ഉത്തരം വളരെ ലളിതമാണ്. സീസറിൻ്റെ ലിഖിതവും രൂപവും ഉള്ളതുകൊണ്ട് ആ നാണയം സീസറിൻ്റേതാണെങ്കിൽ ദൈവത്തിൻ്റെ രൂപവും ലിഖിതവും ഉള്ളതാണല്ലോ ദൈവത്തിനുള്ളത്. ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായം 27-ാം വാക്യം ഉദ്ധരിക്കുന്നു: ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അതേ പ്രിയമുള്ളവരെ, നമ്മിൽ ഓരോരുത്തരിലും ദൈവത്തിൻ്റെ രൂപവും ലിഖിതവും ഉൾക്കൊള്ളുന്നു. നാം ഓരോരുത്തരുമാണ് ദൈവത്തിൻ്റെ രൂപം. നമ്മുടെ കയ്യിലാണ് ദൈവത്തിൻ്റെ ലിഖിതം. എന്നാൽ നമ്മുടെ പ്രവൃത്തികൾ കണ്ട് ആരും അത് തിരിച്ചറിയുന്നില്ല. നാമും പലപ്പോഴും പ്രത്യക്ഷത്തിൽ വിഘടിച്ച് നിൽക്കുന്നുവെങ്കിലും ദൈവത്തെ പരീക്ഷിക്കുന്നതിലും ദൈവത്തെയും ദൈവവിശ്വാസത്തെയും ചോദ്യം ചെയ്യുന്നതിലും ഈ ഇരു കൂട്ടരെ പോലെ നാമും ഏക മനസ്സും ഏക ആത്മാവുമായി ഒന്നാണ്. ദൈവത്തിൻ്റെ രൂപവും ലിഖിതവുമുള്ള നമുക്ക് അവിടെ നൽകുന്ന സുവർണ അവസരങ്ങൾ പ്രയോജനപ്പെടുത്താം. ദൈവമേ, ഇതാ ഞാൻ വരുന്നു, അങ്ങേ ഹിതം നിറവേറ്റാൻ. കാരണം സീസറിനുള്ളത് സീസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും ആണല്ലോ. ദൈവം നമ്മെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ.